പ്രധാനമായിട്ടും 4 സിസ്റ്റമാണ് ഇവിടെ ഇരിക്കുന്നത്. 4 സിസ്റ്റത്തിന്റെ അകത്ത് 2 തരം സിസ്റ്റമാണെന്ന് പറയാൻ പറ്റും. 2 മെഷ് ടൈപ്പും 2 ഫുള്ളി ഗ്ലാസ്ഡ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൽ വേണ്ടെന്ന് പറയുന്നത് ഫുള്ളി ഗ്ലാസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന സ്പെക്ക് ഡിപ്പെൻഡബിൾ ആണ്. അതിൻ്റെ ഹീറ്റ് പുറത്തേക്ക് കളയാൻ ഔട്ടിന്റെ എണ്ണം മുകളിലും ബാക്കിലും മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷേ ഇതേസമയം മെഷ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഇന്നും മെഗൾ ഔട്ടും കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മോഡൽസ് ആയിരിക്കും. ഇത് 4 തരം സ്പെക്ക് ആണെങ്കിലും പ്രധാനമായിട്ടും ഈ സ്പെക്ക് വരുന്നത് Ryzen 5 5600X ആണ്. ഇതിനകത്തിരിക്കുന്ന ഗ്രാഫിക്സ് കാർഡ് 2060 ആണ്. 12GB ഗ്രാഫിക്സ് കാർഡാണ്, റെയർ ഗ്രാഫിക്സ് കാർഡാണ്. ഓക്കെ, ഇതിനകത്ത് വരാൻ നേരത്തെ ഒരു i5 ആണ്, ഇന്റൽ സീരീസിൽ വരുന്നതാണ്. റാമോ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. മദർ ബോർഡ്, പ്രൊസസർ, പവർ സപ്ലൈ, സ്റ്റോറേജ് വരാൻ നേരത്തെ ഇതിനകത്ത് 512 സ്റ്റോറേജ് ഉണ്ട്. എടുക്കുന്ന വ്യക്തിക്ക് ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഏകദേശം റാം ആഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് സ്ലോട്ട് 2 സ്ലോട്ടും 1 ഗ്രാഫിക്സ് കാർഡിന്റെ സ്ലോട്ടും അവൈലബിൾ ആണ്. അപ്പൊ ഇതിനകത്ത് i5ന്റെ ബിൽഡിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത 16GB 2 സ്റ്റിക്ക്, 8ന്റെ 2 സ്റ്റിക്ക് ഇടാൻ പറ്റും. നമുക്ക് ഏകദേശം ഇതിനകത്ത് വെച്ചിരിക്കുന്ന പവർ സപ്ലൈ 550യുടെ പ്രത്യേകത ഏകദേശം ഒരു 3060 ഗ്രാഫിക്സ് കാർഡ് സഹിതം ഒരു 550 ഓടുന്ന മോഡലാണ്. അപ്പൊ നമ്മളിപ്പോഴും ഒരു ബിൽഡ് ചെയ്യുന്ന സമയത്ത് പവർ സപ്ലൈ ഏകദേശം ഒരു 550 ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ പവർ സപ്ലൈ ഒരു 3060 അല്ലാതെ ഇനി 3070 പോകുന്ന സമയത്ത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. പിന്നെ ഡിപ്പെൻഡ് ഓൺ സ്പെക്ക് ആണ്. വളരെ കൂടിയ സ്പെക്ക്, കൂടിയ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പവർ സപ്ലൈ കുറച്ചുകൂടെ കൂടിയത് തന്നെ വേണം. ഇതൊരു മിഡ് വേരിയന്റിൽ വരുന്ന ഒരു സിസ്റ്റമാണ്. ഇനി നമ്മൾ ആദ്യം സംസാരിച്ച കാര്യത്തിലേക്ക് തന്നെ പോവാം. ഇത് വരാൻ നേരത്ത് Ryzen 5 5600X. ഇതൊരു മിഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം എല്ലാ സോഫ്റ്റ്വെയർസും ഗെയിമിംഗ് എല്ലാം റൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഗ്രാഫിക്സ് കാർഡിന്റെ കാര്യമാണ് ഈ ഒരു ക്യാബിനറ്റ് അകത്ത് ഇരിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിന്റെ അകത്ത് ഏകദേശം 12GB വരുന്ന മോഡലാണ്. കണ്ട ലൈറ്റ് വരാൻ നേരത്തെ ഏകദേശം ഈ ക്യാബിനറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 3 നമുക്ക് ഫാൻ ഇതിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു ക്യാബിനറ്റ് ആണ്. ഈ ക്യാബിനറ്റിൽ ഏകദേശം വളരെ വലിയ ബോർഡ് സപ്പോർട്ട് ചെയ്യും, 3 ഫാൻ ഗ്രാഫിക്സ് കാർഡ് സപ്പോർട്ട് ചെയ്യും, 360 കൂളർ സപ്പോർട്ട് ചെയ്യും. ഒരു ക്യാബിനറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ 3 സാധനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം അടിപൊളി ക്യാബിനറ്റ് എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇതിന്റെ നെഗറ്റീവ് ലുക്ക് ബേസ് ചെയ്ത് അടിപൊളിയാണ് എന്നുണ്ടെങ്കിൽ കൂടിയും ഫ്രണ്ടും സൈഡും ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ മുകളിൽ നമ്മളൊരു 3 ഫാൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് കസ്റ്റമർ നമുക്ക് പറയുന്നു 3 ഫാൻ കൂടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ഫാൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിൽ നിലവിൽ നമുക്ക് റാം 2 സ്ലോട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് 16GB എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി അതല്ല 16GBയുടെ 2 സ്റ്റിക്ക് വെച്ച് നമുക്ക് 82ലേക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും. കൂളർ നോർമൽ കൂളറാണ്. നമുക്ക് ഒരു Ryzen 5നൊക്കെ നോർമലി എന്താ പറയാ പ്രൊസസറിന്റെ കൂടെ വരുന്ന കൂളർ തന്നെ ധാരാളം. ഓക്കെ, എന്നാൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഓണാക്കി നോക്കാം. കണ്ടോ, ഇത് കുറച്ചും കൂടെ ഏകദേശം ഇത് ഓൾറെഡി സെല്ലായി പോയതാണ്. പക്ഷേ ഇതേ കണക്കുള്ള ഒരു പീസ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതിന് പാടില്ല. കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. ഇതിനകത്തൊരു i5 ആണ് ഇട്ടിരിക്കുന്നത്. ഗ്രാഫിക്സ് കാർഡിന് സ്ലോട്ട് ഉണ്ട്. ഏകദേശം 2 റാം സ്റ്റിക്ക് വരുന്നുണ്ട്. നമുക്ക് അത് 2 ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നിലവിൽ ഈ ഒരു സിസ്റ്റത്തിൽ മാത്രം ഇരിക്കുന്ന കൂളർ ഭയങ്കര പ്രത്യേകതയാണ്. ഇതൊരു ലുക്ക് കിട്ടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു തരം കൂളറാണ്. തണുപ്പിക്കാനും പറ്റും. ഇതിനകത്ത് 550 ആണ് വെച്ചിരിക്കുന്നത്. ഇത് വിത്തൗട്ട് RGB മതി എന്ന് പറഞ്ഞത് കൊണ്ട് നോർമൽ ഫാൻ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഒരു നോർമൽ ഫാൻ, ഫ്രണ്ടിൽ 2ഉം RGB ആണ്. ബട്ട് കസ്റ്റമറിന് ലൈറ്റിന് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു PCയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ VS വാല്യൂ സീരീസ് ആയിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ്. നോർമലി ഹൈ എൻഡ് PCസിലൊന്നും വാല്യൂ സീരീസ് ഉപയോഗിക്കത്തില്ല. പക്ഷെ ഇത് നോർമൽ PC ആണ്. Ryzen ഇതിന് വരുന്ന സ്പെക്ക് എന്ന് പറയുന്നത് തന്നെ Ryzen 3 ആണ്. ഇത് ജസ്റ്റ് ഒരു ഓഫീസ് PC എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമുക്കൊരു റൂമിൽ ഉപയോഗിച്ച് നമുക്ക് ക്രോമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ്. ക്യാബിനറ്റ് പുള്ളിക്ക് മസ്റ്റ് ആയിട്ടും ഈ ക്യാബിനറ്റ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രം ഉണ്ടായി വന്നൊരു ബിൽഡാണ് അടുത്ത. ഇതെന്ന് പറയുന്നത് ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു ക്യാബിനറ്റ് ആണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഫ്രണ്ട് മെഷ് ആണ്, സൈഡ് ഗ്ലാസ് ആണ്. ഒരുവിധം ഗെയിം കളിക്കുന്നവർക്ക് അകത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ പുറത്ത് വിസിബിലിറ്റി ഉണ്ടാകും. ഫ്രണ്ടിൽ ഇൻ ഉള്ളത് കൊണ്ട് തന്നെ കൂളിംഗിൽ പ്രശ്നം ഉണ്ടാകത്തില്ല. മുകളിൽ 2 ഫാൻ കണക്ട് ചെയ്യാൻ പറ്റും. ആൾറെഡി ഇതിന്റെ അകത്ത് ഒരു ഫാൻ ബാക്കിൽ ഉണ്ട്. ഇത് വരാൻ നേരത്ത് i3 ആണ്. i3 എന്ന് പറയാൻ നേരത്ത് ജനറേഷൻ ബേസ് ചെയ്തിരിക്കും പെർഫോമൻസ് അറിയാൻ. ഇതിനകത്ത് പ്രധാനമായിട്ടും 2 റാം സ്റ്റിക്ക് സ്ലോട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ 8ന്റെ 2ഓ 16ന്റെ 2ഓ ഇടാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ ക്യാബിനറ്റിന്റെ അകത്ത് ഏകദേശം 2 ഫാൻ ഗ്രാഫിക്സ് കാർഡ് സപ്പോർട്ടഡ് ആണ്. ഇതിന്റെ പ്ലസ് പോയിന്റുകൾ വരാൻ നേരത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു PC ആണ്. നെഗറ്റീവ് കൂളർ നമുക്ക് വളരെ വലിയ ടവർ ടൈപ്പ് ആഡ് ചെയ്യാൻ കഴിയില്ല. 240 ആഡ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഏകദേശം ഫാൻ എല്ലാം നോർമൽ ഫാൻ ആണ്. ഈ പ്രൊസസറിന്റെ കൂടെ തണുപ്പിക്കാനായിട്ട് വരുന്ന ഇന്റലിന് വരുന്ന മോഡൽസ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഫ്രണ്ടിൽ 4 PC ഇരിപ്പുണ്ട്. 4 വ്യത്യസ്ത PC ആണ്. ക്യാബിനറ്റ് കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ സംസാരിച്ചു. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏകദേശം 20,000 PC ബിൽഡ് ചെയ്യാൻ പറ്റും, 40,000 ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 50 എബോവ് ചെയ്യാം, 1 lakh എബോവ് ചെയ്യാം. നമ്മൾ 2-3 രീതിയിൽ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ
നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് പി സി ബിൽഡ് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പെർപ്പസ്, നമുക്കിപ്പോ ഗെയിമിംഗ് കളിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഏത് ഗെയിം കളിക്കുന്നു, ഏതൊക്കെ ഗെയിംസ് റൺ ചെയ്യുന്നുണ്ടോ അതെല്ലാം റൺ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള സ്പെക് വേണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഒരു 50,000 ബഡ്ജറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, എന്റെ കയ്യിൽ ഒരു 50 to 70 ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1-2 വർഷം സുഖമായിട്ട് കളിക്കാൻ പറ്റുന്ന പീസസ് ബിൽഡ് ചെയ്യാൻ കഴിയും. പ്രധാനമായിട്ടും ഈ ക്യാഷ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ്സ് വെച്ച് ബിൽഡ് ചെയ്യുക, റിസ്ക് എടുക്കുക. ഏകദേശം ചിലരുണ്ട് ക്യാഷ് ബഡ്ജറ്റ് കുറവായിരിക്കും, റിസ്ക് എടുക്കാനും ടെൻഷനാണ്. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. പ്രധാനമായിട്ടും റിസ്ക് എടുക്കുക. ഇപ്പോഴും 580 ഗ്രാഫിക്സ് കാർഡ് 8 GB റണ്ണിങ് കണ്ടീഷനായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിമേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഇതുവരെ പി സി ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഉണ്ടായിരുന്നതിൽ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർ എന്ത് ചെയ്യണം, സെക്കൻഡ്സ് സാധനം ചെയ്യുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെക്കൻഡ്സിൽ തന്നെ വാറന്റി ഉള്ള പ്രൊഡക്ട്സ് 1 year 6 മാസം, അതുപോലെ തന്നെ 1 മാസം, മിനിമം 1 മാസം വരെ വാറന്റി കിട്ടുന്ന സാധനങ്ങൾ വെച്ച് പി സി ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു എളുപ്പം, നമുക്ക് ഏകദേശം റിസ്ക് ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, നമുക്ക് നല്ല ഗെയിംസ് റൺ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലിരിക്കുന്നത് ഹൈ എൻഡ് പി സി ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് പ്രധാനമായിട്ട് എടുത്തു പറയുന്നു, പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ പോകുന്ന ചാൻസ് പ്രോബബിലിറ്റിയിൽ കുറവാണ്. UPS കമ്പൽസറി ആയിട്ട് ഉപയോഗിക്കുക. UPS ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഏകദേശം വീട്ടിലെ എർത്തിന്റെ സിസ്റ്റംസ് എല്ലാം പ്രോപ്പർ ആണ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്വിച്ച് ബിൽഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇത് എടുക്കാൻ പറ്റും. ഇതിലിരിക്കുന്നതിൽ ക്യാബിനറ്റ് എല്ലാം ഫ്രഷ് ആണ്, പക്ഷെ പാർട്സ് പലതും സെക്കൻഡ്സ് ആണ്. ഇത് നമുക്ക് കസ്റ്റം പി സി എന്ന് പറയാൻ നേരത്ത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന പി സി അവരെ സ്പെക്ക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം പി സിയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ വന്നിട്ടുള്ള പുതിയ പുതിയ പി സിന്റെ ഡീറ്റെയിൽസ്, അതിനൊക്കെ തന്നെ പാർട്സിന്റെ ഗ്രാഫിക്സ് കാർഡ്സിന്റെ സെക്കൻഡ്സ് 580 മുതൽ 2060 3060 3070 എല്ലാ കാർഡ്സ് നമ്മളിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റും. അതല്ലെങ്കിൽ ചാനലുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. നമ്മുടെ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾ സിസ്റ്റം എടുക്കാനോ അല്ലെങ്കിൽ സിസ്റ്റത്തിന് അറിവ് കിട്ടാൻ വേണ്ടിയോ ഉണ്ടെങ്കിൽ ചാനൽ കൺഫേം ആയിട്ട് സബ് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൊന്നും തിരുത്താം. ഓക്കെ, ശരി.